ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. എല്ലാ ചിന്തകളും തന്നെ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇതും ഒരു മാതൃകയായിട്ട് നമുക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു രീതിയോടുകൂടി ഞാൻ ഇതിൻ്റെ കുറച്ച് നിബന്ധനകൾ പറയുകയാണ്. ആദ്യമേ തന്നെ പറയുന്നു, ഇതൊരു മത്സരമോ ഒന്നുമല്ല. അതുകൊണ്ട് ആരും നമുക്ക് സ്ഥാനം ഫസ്റ്റ് പ്രൈസ് കിട്ടി സെക്കൻഡ് പ്രൈസ് അങ്ങനെയുള്ളൊരു ചിന്തയുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആണ് അവതരണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. സമയക്രമം എന്ന് പറയുന്നത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. 15 പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് 3 ക്ലസ്റ്ററുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 5 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ചർച്ചയുടെ ഒരു 10 മിനിറ്റ് സമയമാണ് നൽകുന്നത്. ആ ചർച്ചാ സമയത്തിൽ നിങ്ങൾ ഈ 5 പ്രബന്ധങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായമോ ഒക്കെ തന്നെ കുറിച്ചു വയ്ക്കുകയും അത് ചോദ്യരൂപത്തിലോ അല്ലാതെയോ ഒക്കെ സജഷൻ്റെ രൂപത്തിലോ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യാം. അതാണ് ആ 10 മിനിറ്റ് ഡിസ്കഷൻ്റെ 5 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമുള്ള 10 മിനിറ്റ് ഡിസ്കഷൻ്റെ സമയമെന്ന് പറയുന്നത്. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. ശാക്തീകരണത്തേര് നാടിൻ പൊൻപ്രഭയാകാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. കുടുംബശ്രീ വിജയപതാക വാനിലതെന്നും ഉയർന്നു പറത്തി കുടുംബശ്രീ. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. അടിപതരാതെ ചുവടുകൾ വെച്ച് മുന്നോട്ടിനി കുടുംബശ്രീ. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. വലിയ ദുരന്തം നേരിട്ട സന്ദർഭത്തിൽ ആ ദുരന്ത മുഖത്ത് ആദ്യം ആ ദുരന്തത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നതായ പ്രിയപ്പെട്ട മൺമറഞ്ഞ സഹോദരി ഉൾപ്പെടെ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ കുടുംബത്തിന് ആത്മബലമേകിയതായ സഹോദരിമാർ ഉൾപ്പെടെ വനിതകളാണ് മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ നേർ സാക്ഷ്യത്തിന് കരുത്തു പകരുന്ന ത്രാണിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതും പോയതും എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ പ്രവർത്തനം എന്ന് പറയുമ്പോൾ
അത് വൈകാരികതയോടുകൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ളതായ പൊതുപ്രവർത്തക സമൂഹം മുഴുവൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ലോകവനിതാ ദിനം സ്ത്രീകൾ അബലകൾ അല്ല, സ്ത്രീകൾ സ്വയം ശാക്തീകരണത്തിലൂടെ വിധേയമായി. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, പുരുഷന്മാരെ വരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്ത്രീകളാണ് എന്ന് തുറന്നു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കുടുംബത്തെ നയിക്കുന്നവർ, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, മക്കൾക്ക് നേതൃത്വം, അവർക്ക് വഴി കാണിക്കുന്നവർ, പുരുഷന്മാർക്ക് വല്ലതായിരിക്കുന്ന വഴിതെറ്റലുമുണ്ടാകുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യുന്നവർ, സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ അതിവിപുലമായ പങ്കാളിത്തം വഹിക്കുന്നതായ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ദിനം. ഈ ദിനത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ വെല്ലുവിളി അത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റിന് സർക്കാരും പൊതുസമൂഹവും എല്ലാവരും, ലോക്കൽ ബോഡീസും എല്ലാവരും ഇഴുകിച്ചേർന്ന് ഒന്നായി പ്രവർത്തിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള സമയമാണ്. ലഹരിക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റിൽ അതിനിർണായകമായ പങ്കാളിത്തം, അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ഭവിഷ്യത്തും നേരിടുന്നവരിൽ ഏറിയ പങ്കും ആര് എന്ന് ചോദിച്ചാൽ അത് അമ്മമാരാണ്, സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുടുംബശ്രീയുടെ വലിയ ബാക്കപ്പ് അതിൻ്റെ കാര്യത്തിലൊക്കെയുണ്ട്. ജില്ലാ മിഷൻ്റെ ആളുകളും സംസ്ഥാന മിഷൻ്റെ ആളുകളും ഒക്കെയുണ്ട്. ആ മൈക്രോ പ്ലാൻ സർവതല സ്പർശിയായി കൃത്യമായി നമുക്ക് രൂപം നൽകി കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയാൽ അതിജീവനത്തിൻ്റെ ഏറ്റവും മാസ്മരികമായിട്ടുള്ള പ്രഭാവമുള്ള ഒരു ക്യാൻവാസും പ്രതലവുമായി അതിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ലോകത്തെല്ലാ രാജ്യങ്ങളിലും വനിതകളുടെ കൂട്ടായ്മയും വനിതകളുടെ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ, അതിന് നേതൃത്വം നൽകാൻ നമ്മുടെ വനിതകൾ ലോകവ്യാപകമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് പരിഹാരം കാണാനുള്ള കൂട്ടായ്മക്ക് രൂപഭാവങ്ങൾ നൽകാൻ അതാത് കാലഘട്ടങ്ങളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനവസരമുണ്ടാകണമെന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിൻ്റെ ആന്തരികമായ ഒരു ഘടകം. അവർക്കെല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്ന കാര്യമാണ്. അവരുടെ സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി എല്ലാ രംഗങ്ങളിലും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി ജീവപ്രധാനങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അവയ്ക്ക് പരിഹാരം കാണാൻ ഒരു കൂട്ടായ്മ വേണം. അതുകൊണ്ട് ലോകത്തിൻ്റെ സചേതനമായ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ ഒരു ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൂടെ അത്തരം കാര്യങ്ങൾ ഉന്നതമാക്കണമെന്നതാണ് ലക്ഷ്യം തന്നെ. കേരളത്തിൽ വാസ്തവത്തിൽ കുടുംബശ്രീ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖശ്രീയായി മാറിയിരിക്കുകയാണ്. കുടുംബശ്രീ ഇല്ലാത്ത ഒരു പൊതുപരിപാടികളും നമ്മുടെ സംസ്ഥാനത്തില്ല. അങ്ങനെ ആ നിലയിൽ സാർവത്രികമായ ഒരു സമഗ്രതയും ഒരു കൂട്ടായ്മയും ഒരു ജനാധിപത്യവൽക്കരണവും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 46 ലക്ഷം അയൽ കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ളത്. വയനാട്ടിൽ തന്നെ 1.5 ലക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈപുല്യം എത്രയാണ് എന്നതിന് മറ്റൊരു ആമുഖമേ ആവശ്യമില്ല. കണ്ണൂരിൽ ഞാൻ ഉണ്ടാകുമ്പോൾ നഗരത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് കുടുംബശ്രീയുടെ ഭക്ഷണമായിരിക്കും ഞാൻ കഴിക്കാറുള്ളത്. ഇവിടെ പോയാൽ
അവർ പറഞ്ഞാൽ ഏതെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതും ചെയ്യും. അവിടെ വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്ത കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെ ഞങ്ങളുടെയൊക്കെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീയുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കുടുംബശ്രീ ദുരന്ത നിവാരണ സേനയാണ്. സന്നദ്ധം പദ്ധതി, അതുതന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്നദ്ധം പദ്ധതി തീർച്ചയായും നിങ്ങളുടെ സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു ഹൃദയധ്വനിയാണ് ഈ സന്നദ്ധം പദ്ധതി. ആ സന്നദ്ധം പദ്ധതിയുടെ കൂടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിരപരമായ അഭിവാദനങ്ങൾ, ആശംസകൾ, നമസ്കാരം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. ശാക്തീകരണത്തേര് നാടിൻ പൊൻപ്രഭയാകാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം. അന്താരാഷ്ട്രീയ സ്ത്രീ ദിവസത്തിൻ്റെ ആഘോഷത്തിലെ ഇനി സ്ത്രീകളുടെ കൂടെ പുരുഷന്മാരും കൂടി ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ പുറത്ത് കാണുന്നത് ഇത്രയും എംപവർ ആയിട്ടുള്ള വിമനിനെ കൂടെ വയലൻസ് ഓൺ വിമൻ ഈസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് നമുക്ക് അത്രയും കോമ്പറ്റീഷൻ ഈ പുരുഷന്മാർക്ക് ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ എപ്പോഴും വീട്ടിലാണ്, പുരുഷന്മാർ പുറത്താണ്. ഒരു ജോബ് മാർക്കറ്റ് ആണെങ്കിലും പുറത്തൊരു ജോലി, ഒരു ഇൻ്റർവ്യൂ, എംപ്ലോയ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും അവർക്ക് അത്ര ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അവർ മാത്രമാണ്. ഇപ്പോൾ നല്ല മിടുക്കിയറായിട്ടുള്ള സ്ത്രീകളും അവർക്ക് കോമ്പറ്റീഷനായിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കലി വയലൻസ് ഓൺ വിമൻ ഈസ് ഓൾസോ ഇൻക്രീസിങ്. ദറ്റ് ഈസ് എൻ അലാമിങ് തിങ്. സോ ഞാൻ പറയുന്നത് വിമനിൻ്റെ എംപവർമെൻറ്റ് ചെയ്യണം, വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലെ എംപവേർഡ് വിമനിനെ അവരെ ഡ്രീംസ്, അവരെ ആസ്പിറേഷൻസും മനസ്സിലാക്കാനും അത് കാര്യരൂപത്തേക്ക് കൊണ്ടുവരാനും ആ സൊസൈറ്റിയും കൂടി അവരെ കൂടി നിന്നാലേ എംപവർമെൻറ്റിന് ഒരു സാർത്ഥകത്തെ നമുക്ക് ഉണ്ടാവും. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. ശാക്തീകരണത്തേര് നാടിൻ പൊൻപ്രഭയാകാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. ശാക്തീകരണത്തേര് നാടിൻ പൊൻപ്രഭയാകാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. നാടിൻ നന്മയ്ക്കെന്നും കൈത്താങ്ങായി മാറാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം, ഒന്നായി നാം മുന്നേറാം. ശാക്തീകരണത്തേര് നാടിൻ പൊൻപ്രഭയാകാം. നൂതനപാത തുറക്കാം, വികസന തേര് തെളിക്കാം. ഒന്നിച്ചൊന്നായി പാടാം,